കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയായ PM കിസാനെ കുറിച്ചിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്ന് നമ്മുടെ ST ചാനലിലൂടെ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ PM കിസാന്റെ 22ാമത്തെ ഗഡു വരുന്നത് സംബന്ധിച്ച് നമ്മൾ വളരെ കാര്യമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അതപ്പോൾ എല്ലാവരും കണ്ടിരുന്നു. കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റും റിപ്പോർട്ടുകളും അനുസരിച്ച് ഏകദേശം ഒരു 10 ലക്ഷം കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു നടപടി ഇപ്പോൾ ഉടനെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ ഈ 10 ലക്ഷം കുടുംബങ്ങൾക്ക് ഈ വരുന്ന ആനുകൂല്യം നഷ്ടമാകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി കർഷക മോർച്ച സംഘടനകളും വിവിധ സംഘടനകളും വളരെ പ്രക്ഷോഭം സംസ്ഥാന സർക്കാരിനെതിരെയും മറ്റും നടക്കുന്നതായി ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ നമുക്കറിയാം, കുറച്ച് കർഷകർ 25 ലക്ഷത്തിൽ പരം കർഷകർ നമ്മളെ കേരള സംസ്ഥാനത്തിൽ ഈ പദ്ധതിയിൽ അംഗമാണ്. അവർക്ക് ഈ അംഗത്വം ഉണ്ടതാനും അവർക്ക് ഈ കർഷക സമ്മാന നിധിയിലുള്ള ഗഡു കൃത്യമായിട്ട് 21 വരെ ലഭിച്ചു എന്ന കാര്യവും നമുക്കറിയാം. അപ്പോൾ ഈ 10 ലക്ഷം കുടുംബങ്ങളെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ കൃത്യമായിട്ട് നടത്തുന്നതിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിലും മറ്റേ കൃഷി വകുപ്പിലും ഉണ്ടായ ഒരു വീഴ്ചയും അതിപ്പോൾ നടക്കാൻ സാധിക്കാത്തതുമാണ് ഈ കുടുംബങ്ങളെ ഇത് ബാധിക്കാൻ സാധ്യതയുള്ളത്. 25 ലക്ഷത്തിൽ 10 ലക്ഷത്തിലധികം കുടുംബങ്ങളെ ബാധിക്കുന്നതിനാൽ ഇത് വലിയൊരു പ്രശ്നമായി വരികയും അതിനെതിരെ വിവിധ സംഘടനകളും കർഷക മോർച്ച തുടങ്ങിയവർ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ പുതിയതായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ പ്രക്ഷോഭങ്ങളും മറ്റും ഉടലെടുക്കുമ്പോൾ സർക്കാർ അതിനുള്ള നടപടിയെടുത്ത് ഈ അഗ്രി സ്റ്റോക്ക് കാര്യക്ഷമമാക്കിയാലേ നമുക്ക് ഈ പറഞ്ഞതുപോലെ 2018 ഭൂമിയുള്ള ആളുകൾക്കാണ് ഈ പറഞ്ഞ PM കിസാൻ സമ്മാന നിധിയിൽ നിലവിൽ അംഗത്വം ഉള്ളതും അവർക്ക് കൃത്യമായിട്ട് ഈ പൈസ കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ 2018 നമ്മൾ ഈ കൃഷിഭൂമി ഉള്ള ആൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുക അത് അയാളുടെ മരണശേഷവും അടുത്ത ആളുകൾക്ക്, അതായത് കുടുംബത്തിലെ നോമിനിക്ക് പോകുന്ന സംവിധാനവും എല്ലാം കേരളത്തിൽ താറുമാറായി കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ആകുവാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ എന്നുള്ള ഒരു സംവിധാനം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നടപ്പാക്കുന്നതിൽ നമ്മളെ കേരള സംസ്ഥാനം അത് പരാജയപ്പെടുകയും തുടർന്ന് ഇപ്പോൾ അഗ്രി സ്റ്റോക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുമാണ് ഉള്ളത്. അപ്പോൾ നേരത്തെ ചെയ്ത കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ കുഴപ്പമില്ലാതെ എത്തും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ വരും ദിവസങ്ങളിൽ അഗ്രി സ്റ്റോക്കിൻ്റെ രജിസ്ട്രേഷൻ നമ്മുടെ സംസ്ഥാന സർക്കാർ അത് പുനഃക്രമീകരിച്ച് കറക്റ്റാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുകയും, അപ്പോൾ അത് ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ, അപ്പോൾ അത് ചെയ്യുവാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഞങ്ങൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മുടെ ആധാർ കാർഡ്, മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്ത ഫോണ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കരമടച്ച രസീത്, ഇത്രയുമാണ് അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ ചെയ്യുവാൻ ആവശ്യമുള്ളത്. അപ്പോൾ അത് ചെയ്ത് നമുക്കൊരു ID കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ PM കിസാൻ പദ്ധതി ഇനിയും മുന്നോട്ട് നിലയ്ക്കാതെ പോവുകയുള്ളൂ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷനാണ്. അതോടൊപ്പം തന്നെ ഈ പുതിയ പദ്ധതിയിലേക്ക് ചേരുന്നത് സംബന്ധിച്ച് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഇതുണ്ട്. അപ്പോൾ അത് പുതിയതിലേക്കും ഒന്നും നമുക്കിപ്പോൾ ചേരാൻ സാധിക്കുകയില്ല. നിലവിൽ KYCയും അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇതിൽ കറക്റ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വിലപ്പെട്ട വിവരം നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരിലും ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.